സംസ്ഥാനം പക്ഷിപ്പനി വിമുക്തമായെന്ന കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വിജ്ഞാപനം പുറത്തു വന്നെങ്കിലും ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. പക്ഷിപ്പനിയെ തുടർന്ന് വർഷങ്ങളായി കടത്തിലും ദുരിതത്തിലും കഴിയുന്ന കർഷകർക്ക് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനിയണം. കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ പക്ഷികളെ വളർത്തുന്നതിനും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള നിയന്ത്രണങ്ങളെല്ലാം നീങ്ങി. കഴിഞ്ഞ വർഷം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ 38 കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 30ഉം ആലപ്പുഴയിലായിരുന്നു. പ്രഭവ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് കേരളത്തിൽ നിലവിൽ രോഗമില്ലെന്ന് ഉറപ്പാക്കിയത്. ഏപ്രിലിൽ ദേശാടന പക്ഷികളുടെ സീസണും അവസാനിച്ചതോടെ പെട്ടെന്ന് രോഗവ്യാപനത്തിനുള്ള സാധ്യതകളില്ലാതായി. എന്നാൽ നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞെങ്കിലും ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. നഷ്ടപരിഹാര തുകയിൽ കുടിശ്ശിക തുടരുന്നതാണ് കർഷകരുടെ പ്രതിസന്ധിക്ക് കാരണം. ഒരു ആശ്വാസവും ഇത് കണ്ടെത്താൻ നമുക്ക് എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനൊരു നിയന്ത്രണമോ കാര്യങ്ങളോ എല്ലാം വേണ്ടിയ സർക്കാർ എടുക്കണം. എടുത്തില്ലെങ്കിൽ ഇതിന് ഇൻഷുറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ വായ്പ മേടിച്ചും കടമെടുത്തും വട്ടിപ്പലിശയ്ക്ക് മേടിച്ചും എല്ലാം ചെയ്യുന്ന തൊഴിലാണിത്. അപ്പോൾ അതിന് സർക്കാർ ഇത് അംഗീകരിക്കണം. സർക്കാർ ഇതിന് ഇൻഷുർ കമ്പനി ഉണ്ടാകണം, ഇത് ഇൻഷുർ ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ താറാവ് കർഷകർക്ക് ഒരു നിയന്ത്രണമാവും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് താറാവ് വരുന്നുണ്ട്, മുട്ട വരുന്നുണ്ട്, ചീഞ്ഞാണേലും പഴുത്താണേലും കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് നടക്കത്തില്ലേ? ഇത്രയും ജനങ്ങൾ ഈ താറാവ് കർഷകർ എത്രയോ ആയിരക്കണക്കിന് താറാവ് കർഷകരുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് പറ്റാത്തതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇതിനൊരു നിയന്ത്രണമോ ഇല്ലേ ഒരു കാര്യങ്ങളും ഇല്ല. കൊന്നൊടുക്കിയ പക്ഷികളുടെ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം 50% വീതം കേന്ദ്രവും സംസ്ഥാനവുമാണ് നൽകേണ്ടത്. ഇതിൽ 2 മാസത്തിലധികം വളർച്ചയുള്ളവയ്ക്ക് 200 രൂപ വീതവും അതിന് താഴെയുള്ളവയ്ക്ക് 100 രൂപ വീതവുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ 12% കുറച്ചാണ് നൽകിയത്. ശേഷിക്കുന്ന തുക മാർച്ചിൽ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതോടെ ലോണെടുത്തും കടം വാങ്ങിയും കൃഷി നടത്തിയ കർഷകർ ദുരിതത്തിലായി. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ പലരും കൃഷി ഉപേക്ഷിച്ച് മറ്റു ജോലികൾ തേടി. എന്നാൽ ഇപ്പോഴും ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനവധി കർഷകരും തൊഴിലാളികളും കുട്ടനാട്ടിലുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ ആശ്വാസത്തിൻ്റെ തിരി തെളിയണമെങ്കിൽ ഇനി അധികൃതരുടെ കനിവ് കൂടിയേ തീരൂ. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.